അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ഗ്രാനി സ്റ്റിച്ചിൻ്റെ ടിഷ്യൂ ബോക്സാണ്. ഇത് ഭയങ്കര ഈസിയാണ്, ബിഗിനേഴ്സ് ഫ്രണ്ട്ലിയാണ്. ബിഗിനേഴ്സിന് പറ്റിയ പാറ്റേൺ ആണിത്. അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ്. ടിഷ്യൂ കവറും ഇത് എവിടെ വേണമെങ്കിൽ വെക്കാൻ നിങ്ങൾക്ക് വേണ്ടിയ പോലെ. പിന്നെ കളേഴ്സിലാണ് നല്ല അട്രാക്റ്റീവ് വന്നത്. അപ്പോൾ കളേഴ്സിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക, ഡിഫറെൻറ്റ് കളറിൽ. അപ്പോൾ ഈസി ആയിട്ട് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് കുറേ ഉള്ള പാറ്റേൺസൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ തുടങ്ങാം. ഞാൻ 4 പ്ലേ ചെയ്യാണ്, 4 കളേഴ്സ്. പിന്നെ മെഷറിങ്ങിന് ടിഷ്യൂ ബോക്സ്, ഹൂക്ക്, 4 mm ഹൂക്ക്, സീസർ ആൻഡ് നീഡൽ, slip knot whichever method you know. slip knot ചെയ്യാം. ഫസ്റ്റ് ചെയിൻ 36 ചെയിൻ ഇടാം. ഇങ്ങനെ 36 3 4 5 6 7 32 33 34 35 36. ഇപ്പോൾ ഞാൻ ചെയിൻ 36 ഇട്ടു. കുറച്ച് ലൂസിൽ തന്നെ ചെയിൻ ഇടാം, ടൈറ്റിൽ ചെയിൻ ഇടല്ല, ലൂസിൽ ചെയിൻ ഇടാം. ഇപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇൻറ്റു ഫസ്റ്റ് ചെയിൻ. ഈ ഫസ്റ്റ് ചെയിനിക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ശ്രദ്ധിക്കുക, എവിടെയും ഇങ്ങനെ ട്വിസ്റ്റ് ആവാതിരിക്കാൻ നോക്കാം. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ട്വിസ്റ്റ് ആവാതെ ഇങ്ങനെ കയ്യിൽ നോക്കിയിട്ട് ഇതിൽ ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഈ ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച്, സ്ലിപ്പ് സ്റ്റിച്ച് എങ്ങനെ ഇടാം, ഞാൻ ഓവർ ചെയ്ത് കൊണ്ടുവരാം. പിന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇപ്പോൾ ചെയിൻ 1, പിന്നെ ഞങ്ങൾ സിംഗിൾ ക്രോഷ്യ ഇൻറ്റു എവറി സ്റ്റിച്ച്, 1 സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഈ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ഇടാം. 1 നെക്സ്റ്റ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ. ഇങ്ങനെ 1 സിംഗിൾ ക്രോഷ്യ ഇൻ എവറി സ്റ്റിച്ച്. എല്ലാ സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രോഷ്യ ഇടാം. സിംഗിൾ ക്രോഷ്യ ഇട്ട് കഴിഞ്ഞു, ഒന്ന് റീചെക്ക് ചെയ്യുക നിങ്ങൾ 36 സിംഗിൾ ക്രോഷ്യ ഉണ്ടാന്ന്. പിന്നെ ഇത് ഇപ്പം ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് ഇൻറ്റു ഫസ്റ്റ് സ്റ്റിച്ച്. ഇത് ചെയിൻ 1 ആണ്. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും, ഇത് ചെയിൻ 1 ആണ്. ചെയിൻ 1 ഡസ് നോട്ട് കൗണ്ട് ആസ് എ സ്റ്റിച്ച്. അപ്പോൾ ഞങ്ങൾ ഇവിടെ അല്ല സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നത്, ഇവിടെയാണ്. കാണുന്നുണ്ടോ? ഇതല്ല, ഇത് ചെയിൻ 1 അല്ല, ഇവിടെയാണ് ഞങ്ങൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇനി റൗണ്ട് 2ൽ ചെയിൻ 3 1 2 and 3, പിന്നെ 2 ഡബിൾ ക്രോഷ്യ ഇൻറ്റു സെയിം സ്റ്റിച്ച്. ഇത് ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ടോട്ടൽ 3 ഡബിൾ ക്രോഷ്യ ആണ് വേണ്ടത്. അപ്പോൾ 2 ഡബിൾ ക്രോഷ്യ ഇൻറ്റു സെയിം സ്റ്റിച്ച്. അപ്പോൾ ഞാൻ ഇവിടെ ഡബിൾ ക്രോഷ്യ ഇടുന്നു. 1 2. ഇതൊരു 3 ഡബിൾ ക്രോഷ്യേൻ്റെ സെറ്റാണ്.
ഇതേ സ്റ്റിച്ചിൽ ഇപ്പം ഞാനിവിടെ കോർണറാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയിൻ 3 1 2 and 3 പിന്നെ 3 ഡബിൾ ക്രോഷ്യ ഇൻടു സെയിം സ്റ്റിച്ച്. ഇതേ സ്റ്റിച്ച് ഗ്യാപ്പിൽ പിന്നെയും 3 ഡബിൾ ക്രോഷ്യ 1 2 and 3. പിന്നെ ഞാൻ ചെയിൻ 3 ഇത് കോർണറാണ്. അപ്പോൾ 1 2 and 3 പിന്നെ 3 ഡബിൾ ക്രോഷ്യ ഇൻടു സെയിം സ്പേസ്. ഈ സെയിം സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യൻ്റെ സെറ്റ് ചെയ്യുക 1 2 and 3 ഇങ്ങനെ കിട്ടും. ഒരേ സ്റ്റിച്ച് ഗ്യാപ്പിൽ സെയിം ഗ്യാപ്പിൽ 3 ഡബിൾ ക്രോഷ്യൻ്റെ 3 3 ഡബിൾ ക്രോഷ്യ 3 ചെയിൻ 3 ഡബിൾ ക്രോഷ്യ 3 ചെയിൻ 3 ഡബിൾ ക്രോഷ്യ അങ്ങനെ കോർണറിൽ ചെയ്യണം. നെക്സ്റ്റ് സ്കിപ്പ് 2. നെക്സ്റ്റ് അത് 2 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്യണം. ഇവിടെയാണ് നെക്സ്റ്റ് ഉള്ളത് 1 and 2 and 3 ഡബിൾ ക്രോഷ്യ ഇൻടു ഈ സ്റ്റിച്ച്. തേർഡ് സിംഗിൾ ക്രോഷ്യ 1 2 സ്കിപ്പ് ചെയ്തിട്ട് ഇത് ഇവിടെ 3 ഡബിൾ ക്രോഷ്യ 1 2 and 3. നെക്സ്റ്റ് സ്കിപ്പ് ചെയ്യുക 2 1 and 2 and 3 ഡബിൾ ക്രോഷ്യ ഇൻടു തേർഡ് സ്റ്റിച്ച് 1 2 and 3. ഇങ്ങനെ ടോട്ടൽ 5 സെറ്റ് വേണം നമുക്ക്. ഇപ്പോൾ ഇത് 2 ആയി 1 and 2 അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. സ്കിപ്പ് 2 3 ഡബിൾ ക്രോഷ്യ സ്കിപ്പ് 2 3 ഡബിൾ ക്രോഷ്യ ടോട്ടൽ 5 ആണ് വേണ്ടത് സെറ്റ്. എന്നിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ, എൻ്റെ ഇപ്പോൾ 5 സെറ്റ് കഴിഞ്ഞു. ഇപ്പം ഇങ്ങനെ നോക്കിയാൽ കാണാം ഇതിൻ്റെ ഓപ്പോസിറ്റാണ് എത്തിയത്. അപ്പോൾ ഞാൻ ഓപ്പോസിറ്റിൽ സെയിം ഇത് റിപ്പീറ്റ് ഇത് കോർണർ സ്റ്റിച്ചിനെ ഞങ്ങൾ ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ 5 സെറ്റ് ഇത് കോർണർ 5 സെറ്റ് ഓഫ് 3 ഡബിൾ ക്രോഷ്യ. ഇപ്പോൾ ഓപ്പോസിറ്റ് കോർണർ ഇപ്പോൾ സ്കിപ്പ് 2 1 and 2 3 ഡബിൾ ക്രോഷ്യ 2 and 3 double crochet 3 chain 1 2 and 3 chain same spacely 3 double crochet same spacely 1 2 and 3 പിന്നെയും chain 3 1 2 and 3 ഇതേ സെയിം സ്പേസിൽ തന്നെ സെയിം സ്റ്റിച്ച് സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ ടോട്ടൽ 3 ഗ്രൂപ്പ് ഇൻ സെയിം സ്പേസ്. ഇതിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും സെയിം ഓപ്പോസിറ്റാണ്. 3 ഡബിൾ ക്രോഷ്യ 3 ചെയിൻ 3 ഡബിൾ ക്രോഷ്യ 3 ചെയിൻ. ഇപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും. അപ്പോൾ ഇത് സെയിം റിപ്പീറ്റാണ് ഇവിടെ. അപ്പോൾ സ്കിപ്പ് 2 ഇവിടെ 1 and 2 and 3 ഡബിൾ ക്രോഷ്യ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. സ്കിപ്പ് 2 3 ഡബിൾ ക്രോഷ്യ സ്കിപ്പ് 2 3 ഡബിൾ ക്രോഷ്യ ടോട്ടൽ 5 സെറ്റാണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് സൈഡും കഴിഞ്ഞു. 5 സെറ്റ് ഓഫ് 3 ഡബിൾ ക്രോഷ്യ കിട്ടി. പിന്നെ ലാസ്റ്റ് 2 സ്റ്റിച്ചസ് റിമൈനിങ് അത് സ്കിപ്പ് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ഇൻ ടു ഫസ്റ്റ് സ്റ്റിച്ച് തേർഡ് ചെയിൻ. സ്ലിപ്പ് സ്റ്റിച്ചിയുടെ അവിടെ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം.
ഞാൻ റോ 3ൽ നെക്സ്റ്റ് റൗണ്ടിൽ കളർ ചേഞ്ച് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് സെയിം കളറിൽ ചെയ്യണമെങ്കിൽ അത് ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നു. ചെയിൻ 1 ചെയ്തു, ലോങ് വലിച്ച് കട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ റൗണ്ട് 3 അപ്പോൾ ഞാൻ അറ്റാച്ച് ചെയ്യാൻ പോവാണ്. റൗണ്ട് 3ൽ ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നു. ഈ സ്പേസിൽ അറ്റാച്ച് ചെയ്യുക. വിച്ച് എവർ മെത്തേഡ് യു നോ, നിങ്ങൾക്ക് എങ്ങനെ അറിയുന്നു അറ്റാച്ച് ചെയ്യാൻ അങ്ങനെ അറ്റാച്ച് ചെയ്യുക. ഞാൻ ഈ മെത്തേഡിലാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ചെയിൻ 3 1 2 and 3 ഡബിൾ ക്രോഷ്യ ഇൻറ്റു ഈ സെയിം സ്പേസിലാണ്. അപ്പോൾ 1 and 2 ഈ ചെയിൻ 3 ഡബിൾ ക്രോഷ്യ എന്ന് പറഞ്ഞിട്ട് കൗണ്ട് ചെയ്യുന്നു. ഈ ചെയിൻ 3 നെക്സ്റ്റിൽ ഈ സ്പേസിലും ചെയിൻ 3 ഡബിൾ ക്രോഷ്യ. ഇനി പോകുന്നത് നെക്സ്റ്റ് കോർണറാണ്. ഇത് കോർണർ. അപ്പോൾ കോർണറിൽ 3 ഡബിൾ ക്രോഷ്യ 3 ചെയിൻ ആൻഡ് 3 ഡബിൾ ക്രോഷ്യ. ഇതൊരു സെറ്റ്. നെക്സ്റ്റ് ചെയിൻ 3 1 2 and 3 പിന്നെ 3 ഡബിൾ ക്രോഷ്യ. ഇങ്ങനെയാണുള്ളത്. 3 ഡബിൾ ക്രോഷ്യ 3 ചെയിൻ 3 ഡബിൾ ക്രോഷ്യ. ഇപ്പോൾ ഈ നെക്സ്റ്റ് കോർണറിൽ പോകുമ്പോൾ ഞങ്ങളിവിടെ ചെയിൻ 1 ഇടുന്നുണ്ട്. ചെയിൻ 1 ഈ നെക്സ്റ്റ് കോർണറിൽ പോകുമ്പോൾ പിന്നെ ഇതേ സെയിം റിപ്പീറ്റാണ്. 3 ഡബിൾ ക്രോഷ്യ ചെയിൻ 3 ഡബിൾ ക്രോഷ്യ ഈ കോർണറിൽ റിപ്പീറ്റ് ചെയ്യാം. 1 2 and 3 and 3 chain and 3 double crochet. ഇങ്ങനെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എവറി ഈ സ്പേസ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ് 3 ഡബിൾ ക്രോഷ്യേൻ്റെ സെറ്റിൻ്റെ അവിടെ 3 ഡബിൾ ക്രോഷ്യ ഇട്ടുണ്ട് പോവാം. നോ ചെയിൻസ് ഇൻ ബിറ്റ്വീൻ. 3 ഡബിൾ ക്രോഷ്യ ഇടാം. അങ്ങനെ one two. അപ്പോൾ ഈ കോർണർ വരെ, ഈ ഓപ്പോസിറ്റ് കോർണർ വരെ 3 ഡബിൾ ക്രോഷ്യ ഇടാം. ഞാൻ ഈ കോർണറിൽ കാണിക്കാം. ഇപ്പോൾ എൻ്റെ 6 ഡബിൾ ക്രോഷ്യേൻ്റെ കഴിഞ്ഞു. ഇവിടെ 1 2 3 4 5 6 കിട്ടി ഞങ്ങൾക്ക് റോ 3ൽ. ഇപ്പം ഞാൻ കോർണറിലേക്ക് എത്തി. കോർണറിൽ സെയിം ആണ്. കോർണറിൽ 3 ഡബിൾ ക്രോഷ്യ 3 ചെയിൻ ആൻഡ് 3 ഡബിൾ ക്രോഷ്യ. ഇത് തന്നെ ഓപ്പോസിറ്റിന് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ 3 ഡബിൾ ക്രോഷ്യ ഇടുന്നു. ഓക്കെ, ചെയിൻ 3 1 2 and 3 പിന്നെ 3 ഡബിൾ ക്രോഷ്യ ഇൻറ്റു സെയിം സ്പേസ് കോർണറാണ്. നെക്സ്റ്റ് കോർണറിൽ പോകുമ്പോൾ ചെയിൻ 1 ഇടാം. ചെയിൻ 1
and 3 double crochet in next corner. 3 double crochet, 3 chain, 3 double crochet. 3, 1, 2 and 3 chain and 3 double crochet. ഇപ്പോൾ ഞങ്ങൾ കോർണർ കഴിഞ്ഞു. നെക്സ്റ്റ് 3 ഡബിൾ ക്രോഷ്യ ഇൻടു എവറി സ്പേസ്. ടോട്ടൽ 6 ആണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇവിടെ എത്തുന്നതുവരെ നമുക്ക് 3 ഡബിൾ ക്രോഷ്യ ഇട്ടുകൊണ്ട് പോവാം. ഞാൻ എന്നിട്ട് കാണിക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ എത്തി. ഇവിടെ സൈഡിൽ 6 ആണ് 6 സെറ്റ് കിട്ടിയത്. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ സെയിം സെറ്റാണ് ഓപ്പോസിറ്റിൽ വേണ്ടത്. സെയിം ഈക്വൽ ആയിരിക്കണം. കോർണേഴ്സും ഈ കോർണർ സൈഡും ഈ സൈഡും. അപ്പോൾ നമുക്ക് കിട്ടി. ഇനി ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് ഈ റൗണ്ട് ഫിനിഷ് ചെയ്യാൻ പോകുന്നുണ്ട്. സ്ലിപ്പ് സ്റ്റിച്ച് ഇൻടു തേർഡ് ചെയിൻ. ഫസ്റ്റ് സ്റ്റിച്ച് തേർഡ് ചെയിൻ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഞാൻ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നു. ഞാൻ അത് പിന്നെ ഹൈഡ് ചെയ്യണം. ഒന്ന് ടൈറ്റ് ചെയ്തിടാം. ഇപ്പം ഞാൻ ന്യൂ യാൻ അറ്റാച്ച് ചെയ്യുന്നു. ഞാനിതിൽ കോർണറിൻ്റെ ഇപ്പുറത്തായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. എവിടെ വേണമെങ്കിലും അറ്റാച്ച് ചെയ്യാം. chain 3 1 2 and 3 and 3 ഇവിടെ 3 ഡബിൾ ക്രോഷ്യ വേണമല്ലോ. അപ്പോൾ 2 ഡബിൾ ക്രോഷ്യ 3 ഡബിൾ ക്രോഷ്യനെ സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്യുന്നു. അല്ല, 3 ചെയിനെ സ്റ്റിച്ചായിട്ട് ഡബിൾ ക്രോഷ്യ കൗണ്ട് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് ഞങ്ങൾ കോർണറിലാണ്. കോർണർ സെയിം റിപ്പീറ്റാണ്. 3 ഡബിൾ ക്രോഷ്യ 3 ചെയിൻ 2 3 and 3 double crochet. അപ്പോൾ നെക്സ്റ്റ് ഈ സ്പേസിലാണ്. പക്ഷേ ഇവിടെ ഈ സ്പേസിൽ പോകുമ്പോൾ ചെയിൻ 1 and 3 double crochet. നെക്സ്റ്റ് ചെയിൻ 1. ഈ കോർണർ ഈ സൈഡിൽ ചെയിൻ 1 ഈ 2 3 ഡബിൾ ക്രോഷ്യൻ്റെ ഗ്യാപ്പിൽ ചെയിൻ 1 ഇടുന്നുണ്ട്. അപ്പോൾ ഞാനിത് കോർണറിലെത്തി 3 ഡബിൾ ക്രോഷ്യ 3 ചെയിൻ ആൻഡ് 3 ഡബിൾ ക്രോഷ്യ. കോർണർ സ്റ്റിച്ച് 1 2 and 3. ഇനി നെക്സ്റ്റ് ഇവിടെ സൈഡാണ്. സൈഡിൽ ഇപ്പോൾ 7 സ്പേസ് ആണുള്ളത്. 7 സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്തുകൊണ്ട് പോവുക. പിന്നെ ഇവിടെ കോർണർക്ക് എത്തും. ഞാൻ കോർണറിൽ നിങ്ങൾക്ക് കാണിക്കാം. എക്സ്ക്യൂസ് മീ. അപ്പോൾ 3 ഡബിൾ ക്രോഷ്യ 3 ഡബിൾ ക്രോഷ്യ ഇട്ടുകൊണ്ടേ പോവുക. എല്ലാ ഗ്യാപ്പിൽ ടോട്ടൽ 7 ഉണ്ടാവും. ഇപ്പോൾ ഞാൻ കോർണറിലെത്തി. അപ്പോൾ ഈ കോർണറിൻ്റെ ഈ സൈഡിൽ എനിക്ക് 7 ആണ് കിട്ടിയത്. 7 സെറ്റ് ഓഫ് 3 ഡബിൾ ക്രോഷ്യ 1 2 3 4 5 6 7. ഇപ്പോൾ കോർണറിലെത്തി. കോർണറിൽ സെയിം ഇത് ഓപ്പോസിറ്റിൽ ചെയ്തത് സെയിം ആണ്, റിപ്പീറ്റാണ്. 3 ഡബിൾ ക്രോഷ്യ കോർണർ സ്റ്റിച്ച് 3 ഡബിൾ ക്രോഷ്യ 3 ചെയിൻ. ഫസ്റ്റ് അതിടാം. and 3 double crochet.
കോർണർ സ്റ്റിച്ച് ഇട്ടു. ഇനി ഈ സൈഡ് ഗ്യാപ്പാണ്. അപ്പോൾ ചെയിൻ 1 ഇടാം. ചെയിൻ 1, പിന്നെ ഇവിടെ 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, കോർണറിൽ റിപ്പീറ്റ് 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 3, 3 ഡബിൾ ക്രോഷ്യ. ഇനി ഇവിടെ ഈ സൈഡാണ്. സൈഡിൽ നിങ്ങൾ 3 ഡബിൾ ക്രോഷ്യ സെറ്റ് ഇട്ടുകൊണ്ട് പോവുക. ടോട്ടല് 7 ആണ് സൈഡിൽ വേണ്ടത്. ഇത് ചെയ്യാം.